കാലിഫോർണിയ ആയിരക്കണക്കിന് വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ നീക്കം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ഇന്ത്യക്കാരായ ട്രക്ക് ഡ്രൈവർമാർ തങ്ങളുടെ ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴികൾ തേടുകയാണ്. ഇതിന്റെ ഭാഗമായി ട്രക്ക് ഡ്രൈവർമാർ കാലിഫോർണിയയിലെ മോട്ടോർ വാഹന വകുപ്പിനെതിരെ കേസ് ഫയൽ ചെയ്തു. തങ്ങളുടെ ഉപജീവന മാർഗം അപകടത്തിലാണെന്നും ഇത് തങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ട്രക്ക് ഡ്രൈവർമാരുടെ നടപടി. 2026 ജനുവരി 5 മുതൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കാനാണ് കാലിഫോർണിയയുടെ തീരുമാനം. ഇക്കഴിഞ്ഞ നവംബർ മാസം 6-ാം തീയതി കാലിഫോർണിയ മോട്ടോർ വാഹന വകുപ്പ് 60 ദിവസത്തിനകം ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുമെന്ന് വ്യക്തമാക്കി ഏകദേശം 17,000 വാണിജ്യ ട്രക്ക് ഡ്രൈവർമാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. യുഎസിൽ നിയമപരമായി താമസിക്കാൻ അനുവാദമുള്ള കാലയളവിന് അപ്പുറം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി വരുന്നതിനാലാണ് ഇത് റദ്ദാക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസിൽ അറിയിച്ചിരുന്നു. നവംബറിൽ 20,000-ലധികം ഡ്രൈവർമാർക്ക് നോട്ടീസ് ലഭിച്ചു. പിന്നീട് ഇത് ഏകദേശം 21,000-ആയി ഉയർന്നു. മോട്ടോർ വാഹന വകുപ്പിനുണ്ടായ ക്ലറിക്കൽ പിഴവുകൾ മൂലമാണ് നിയമപരമായി താമസിക്കാൻ അനുവാദമുള്ള കാലയളവിനപ്പുറം ഡ്രൈവിംഗ് ലൈസൻസുകളുടെ കാലാവധി വന്നതെന്ന് ഡ്രൈവർമാർ പറയുന്നു. ഇത്തരം തെറ്റുകൾ സംഭവിക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് സ്വയം കാലാവധി തിരുത്തുകയോ ഡ്രൈവർമാർക്ക് തിരുത്തിയ ലൈസൻസുകൾക്കായി വീണ്ടും അപേക്ഷിക്കാൻ അനുവദിക്കുകയോ ചെയ്യണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും സംസ്ഥാനം ലൈസൻസുകൾ റദ്ദാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഡ്രൈവർമാർ പറഞ്ഞു. സിഖ് കോയലേഷനും ഏഷ്യൻ ലോ കോക്കസും ചേർന്ന് 5 ട്രക്ക് ഡ്രൈവർമാരുടെ പേരിലാണ് ക്ലാസ് ആക്ഷൻ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇത് സംസ്ഥാനത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഡ്രൈവർമാരെ പ്രതിനിധീകരിക്കും. ലൈസൻസ് റദ്ദാക്കുന്നത് നിർത്തിവെക്കാൻ അവർ അലമേഡ കൗണ്ടി സുപ്പീരിയർ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതി ഇടപെട്ടില്ലെങ്കിൽ ഈ സാഹചര്യം ഒരു ദുരന്തമായി മാറുമെന്ന് സിഖ് കോയലേഷന്റെ ലീഗൽ ഡയറക്ടർ മുൻമീത് കൗർ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അവരുടെ വരുമാന മാർഗം നഷ്ടപ്പെട്ടേക്കാം. രാജ്യത്തുടനീളമുള്ള വിതരണ ശൃംഖലകൾക്ക് തടസ്സമുണ്ടാകുമെന്നും മുൻമീത് കൗർ മുന്നറിയിപ്പ് നൽകി. മോട്ടോർ വാഹന വകുപ്പ് ഫെഡറൽ സർക്കാരിന്റെ സമ്മർദ്ദത്തിലാണ് പ്രവർത്തിച്ചതെന്ന് സിഖ് കോയലേഷൻ ആരോപിക്കുന്നു. ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാർക്ക് വാണിജ്യ ലൈസൻസുകൾ നൽകുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും കാലിഫോർണിയ, ന്യൂയോർക്ക്, പെൻസിൽവേനിയ, മിനസോട്ട തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ഫെഡറൽ ഫണ്ട് നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇനി നോൺ റെസിഡന്റ് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകുകയോ പുതുക്കുകയോ ചെയ്യില്ലെന്നാണ് കാലിഫോർണിയ മോട്ടോർ വാഹന വകുപ്പ് അപേക്ഷകരെ അറിയിച്ചു. ലൈസൻസുകൾ റദ്ദാക്കപ്പെടുന്ന ഡ്രൈവർമാർക്ക് വ്യക്തമായ പരിഹാരങ്ങളൊന്നും അധികൃതർ വാഗ്ദാനം ചെയ്തിട്ടില്ല. അമേരിക്കയിലെ ട്രക്കിംഗ് വ്യവസായത്തിന്റെ നട്ടെല്ലാണ് പഞ്ചാബി സിഖ് ട്രക്ക് ഡ്രൈവർമാർ. പലരും അമേരിക്കയിൽ അഭയം തേടി പിന്നീട് ട്രക്കിംഗ് ഒരു സ്ഥിര വരുമാന മാർഗമായി തിരഞ്ഞെടുത്തു. ഏകദേശം 7.5 ലക്ഷം പഞ്ചാബി സിഖുകാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം 1.5 ലക്ഷം പേർ ട്രക്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം ഫ്ലോറിഡയിലുണ്ടായ ദാരുണമായ അപകടത്തെ തുടർന്നാണ് കാലിഫോർണിയ നൽകുന്ന ഡ്രൈവിംഗ് ലൈസൻസുകളിൽ ഫെഡറൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത്. അമേരിക്കയിൽ നിയമപരമായി താമസിക്കാൻ അനുവാദമില്ലാതിരുന്ന ഇന്ത്യക്കാരനായ സിഖുകാരൻ ഓടിച്ച ട്രക്ക് അശ്രദ്ധമായി യൂട്ടേണെടുത്തത് 3 പേരുടെ ജീവൻ കവർന്നിരുന്നു. ഇതിനുശേഷം സംസ്ഥാന ലൈസൻസിംഗ് നിയമങ്ങളെക്കുറിച്ച് അവലോകനം നടത്താൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടു. കാലിഫോർണിയ, വാഷിംഗ്ടൺ, ടെക്സസ് തുടങ്ങിയ 7 സംസ്ഥാനങ്ങളിൽ ലൈസൻസിംഗ് മാനദണ്ഡങ്ങൾ ദുർബലമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് കാലിഫോർണിയയ്ക്കുള്ള ഫെഡറൽ ഫണ്ട് തടയുമെന്ന് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻ ഡഫെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.